നമസ്കാരം, സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുപ്പിൽ തീ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒഴിക്കുന്നുണ്ടല്ലോ, നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് ബാക്കി വരുന്ന എണ്ണയാണ് കേട്ടോ. അത് ഇതുപോലെ ഞാനൊരു ടിന്നിലാക്കി വെച്ചിട്ട് അതിതാ തീ കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ അടുപ്പിലേക്ക് ഒഴിക്കും കേട്ടോ. അതിനകത്തുനിന്ന് കുറച്ച് തിരിയും കൂടെ ഇടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കത്തിക്കോളും. ഇത് നമ്മുടെ മാജിക് ഫയർ എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ. ആദ്യം നിന്ന് ഒരെണ്ണം എടുത്ത് തീ കത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കത്തിക്കിട്ടിക്കോളും. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചതിൻ്റെ ബാക്കി വരുന്ന ആ എണ്ണ നമ്മൾ പുറത്തൊക്കെ കളയുമ്പോഴേ ഉറുമ്പൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ തീയും കത്തും, അത് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ദേ മാജിക് ഫയർ അങ്ങനെ നന്നായിട്ട് കത്തി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഈ വിറകിനകത്തോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കത്തിക്കോളും കേട്ടോ. ആ തിരി ഉണ്ടല്ലോ നമ്മളിട്ട്, അപ്പോൾ അത് നിന്ന് കത്തി അണഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ കത്തിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ കുറച്ച് ചുള്ളിലും കൂടെ ഞാനിങ്ങനെ ഒടിച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് കത്തി വന്നോളും. ഇനി അതിലേക്ക് ചിരട്ട, എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള അടുപ്പിൽ ചിരട്ട ഇടരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇടാറുണ്ട്, 1-2 എണ്ണമൊക്കെ കേട്ടോ. എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതുവരെ 3-4 വർഷം കൊണ്ട് ഞാനിത് കത്തിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇട്ടത് 2 കഷ്ണം ചെറിയ ഒരു 2 പീസ് തേങ്ങയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെ തീ കത്തിച്ച് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യും. ഈ അരി നന്നായിട്ട് തീ കത്തുന്നതിന് മുമ്പേ വെച്ചത് കൊണ്ടാണ് ആ പുക ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് വീശി കൊടുക്കും, അതങ്ങ് മാറിക്കോളും കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി വന്നിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു കേട്ടോ. ഈ പുക ഇങ്ങനെ വരാറില്ല. ഇനി ഇത് ഒട്ടും പുക വരില്ല. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത് കഞ്ഞിക്ക് ഉള്ള വെള്ളം, ചൊറിനുള്ള വെള്ളം അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ആ കരിയൊക്കെ ഈ കലത്തിലോട്ട് അങ്ങ് ആയിക്കോളും, ചോറ് വെക്കുന്ന കലത്തിലോട്ട്. അപ്പം നമ്മുടെ ഇഡലി പാത്രത്തിൽ ആവില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയും വെച്ചിരിക്കുന്നത് ഇപ്പം ഇഡലി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം അതേ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഇഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ആക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഇഡലി മാവ് സാധാരണ നമ്മൾ ചെയ്യും പോലെ തന്നെ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു പോവുകയാണ് കേട്ടോ ഇതൊക്കെ കൂടെ. അപ്പോൾ അടുത്ത തട്ട് വെച്ചിട്ട് അതിലേക്ക് ഞാൻ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് അടച്ച് വെച്ചിട്ട് അതപ്പോൾ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ അടിക്കടി ഇതുപോലെ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചാരമൊക്കെ പറന്ന് വേണ്ടിയിട്ടേ അത് പിന്നെ ഒരു പണിയാവും. അപ്പം ഞാനൊരു പോളിസ്റ്ററിൻ്റെ തുണിയാണ് കേട്ടോ അതിനെ വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി ഇതപ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ഇളക്കിയെടുക്കാം. അപ്പോൾ ഇഡലി ചെറുതായിട്ടും തണുത്തപ്പം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മെല്ലെ ഞാനിതിങ്ങനെ ഇളക്കിയെടുത്തു കേട്ടോ. അതൊരു കാസറോളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ട്രൈപോഡ് അങ്ങോട്ടൊന്ന് ഹൈറ്റ് കൂട്ടാനുള്ളതായിരുന്നു, അതപ്പോൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണാത്തത്. അപ്പോൾ അടുത്ത 1-2 തട്ടിലൂടെ ഞാൻ ഇഡലിക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൂടെ അങ്ങ് ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, നാട്ടിലാണ്. അവൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുക്കിംഗ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അത് മാത്രം കാണിക്കുമ്പോൾ ഒരു ബോറാകൂലേ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ചമ്മന്തിയാണ് കേട്ടോ, ഇഡ്ഡലിക്കുള്ള ചട്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് ചേർത്തു, ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു, ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ചമ്മന്തി ചട്നി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെയാണ്, പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നത് മാത്രം. ഇനി അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും അങ്ങ് ചേർത്തു, ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ചമ്മന്തിക്ക് സാധാരണ നമ്മൾ അരയ്ക്കുന്നത്, ഞാൻ മുളക് പൊടി അങ്ങനെ അരയ്ക്കാറില്ല. വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഒരു സ്വല്പം വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, തേങ്ങ, ഇത്രയാണ് ഞാൻ അരയ്ക്കുന്നത്. അതങ്ങ് അരച്ചെടുത്തിട്ട് കടുക് വറുത്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും നല്ല രീതിയിലൊന്ന് ചൂടായി വരികയുള്ളൂ, തിളയ്ക്കാനായിട്ട് വെക്കില്ല. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ചമ്മന്തി വേണതനുസരിച്ചിട്ട് ചട്നിയുടെ അളവനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട്
ഇനി ഇറക്കി വയ്ക്കും കേട്ടോ. ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ലതായിരുന്നു, പാകമായിരുന്നു. ചമ്മന്തി നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ചമ്മന്തി ആണെങ്കിൽ ചില സമയത്ത് അരയ്ക്കുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നാറില്ല കേട്ടോ. ഇത് ഇന്നത്തെ കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചോറ് ഞാൻ വീണ്ടും, ചോറ് അരി അടുപ്പത്തിട്ടിട്ടില്ലായിരുന്നു, വെള്ളം വെച്ചിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വെള്ളം അങ്ങ് വെച്ചു ഇടാൻ വേണ്ടിയിട്ട്, അരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അരി കഴുകിയിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ കറികൾ വെച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറൂടെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടോ, അത് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കറി വെക്കണം. സാധാരണ ഞാൻ അരി ഇറക്കി വെച്ചിട്ടാണ് കറികൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മളെടുത്ത് ചെയ്യുന്ന മീൻ കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് കുറച്ചങ്ങ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, കടുക് ചേർത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് അരപ്പെന്ന് പറയുമ്പോൾ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുണ്ടായിരിക്കും ചേർക്കുന്നത്. അതങ്ങ് അരച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് അയല മീനാണ് കേട്ടോ, അതാണ് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ചേർത്തു. ഞാൻ കറിവേപ്പില ഒരുപാട് ചേർക്കുന്ന ആളാണ് കേട്ടോ. നമുക്കിവിടെ ഉണ്ട്, നല്ല കറിവേപ്പില ഉണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉലുവാപ്പൊടിയോട് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ 2 പച്ചമുളക് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുറ്റിച്ച് കൊടുത്തെല്ലാം മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചു. അപ്പം നല്ല തീയാണ് നമ്മുടെ അടുപ്പിൽ. തീ കത്തിച്ച് തുടങ്ങിയിട്ട് കുറേ സമയമായാലും നന്നായിട്ട് തീയുണ്ട്. അപ്പോൾ ഒരു 7-10 മിനിറ്റ് കൊണ്ട് തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻകറിയൊക്കെ തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഒക്കെ കറക്റ്റായിരുന്നു, നല്ല മീൻകറി ആയിരുന്നു. ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇറക്കാം. അടുത്തതിന് ചെയ്യുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അപ്പം അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ വാഴക്കൂമ്പ് ഇങ്ങനെയുള്ളതൊക്കെ വെക്കുമ്പം മാക്സിമം ഞാൻ അടുപ്പിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് അതങ്ങ് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് ചേർത്ത് കൊടുത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ഇതിലേക്ക് ഞാൻ ഒരു സവോളയുടെ പകുതിയും, ഒരു ചെറിയ സവോളയുടെ പകുതിയും, ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞു ചേർത്തിരുന്നു. ഞാൻ സാധാരണ ഇങ്ങനെ പച്ചമുളകും സവോള അരിഞ്ഞ് ചേർക്കാറില്ല കേട്ടോ. ഇത് ഞാൻ പൊടിയായിട്ടൊന്ന് അരിഞ്ഞു നോക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ചേർക്കാതെ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചേർത്ത് വെച്ചു. ഇനി ഞാൻ എങ്ങനെ വെക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെച്ചു കേട്ടോ. ഇതും ഒരു 10 മിനിറ്റിനകത്ത് തന്നെ വെന്ത് കിട്ടി. നല്ല വാഴക്കൂമ്പായിരുന്നു, എന്തിൻ്റെ ആയിരുന്നു എനിക്കറിയില്ല. എന്തായാലും നല്ല കൂമ്പ് തോരനായിരുന്നു കേട്ടോ. ചില സമയത്ത് വെച്ചൊരു കയ്പുള്ളതൊക്കെ വരാറുണ്ടല്ലോ, ഇതങ്ങനെയല്ല, നല്ല കൂമ്പായിരുന്നു. അപ്പോൾ ഒന്നങ്ങ് ഇളക്കി വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കണം. ഒരുപാട് സമയം വെക്കേണ്ട. തീയൊക്കെ നന്നായിട്ട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഈ ചീനിച്ചട്ടി അടുക്കി പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പം അതുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സമയമായി ഇത് കത്തിച്ചിട്ട്, അതുകൊണ്ട് നല്ല തീയുണ്ട്, നമുക്ക് പുറത്തോട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ അരപ്പൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കൂടെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ലാസ്റ്റ് ആകുമ്പം നല്ല വൃത്തികേടായിരിക്കും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കിയിട്ട് അരപ്പ് സാധാരണ നമ്മളെല്ലാ തോരനും ചെയ്ത പോലെ തന്നെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു 2 ഇല കറിവേപ്പിലയും കൊണ്ടൊന്ന് അരയ്ക്കും കേട്ടതിൻ്റെ കൂടെ. എന്നിട്ട് നമ്മൾ തോരൻ അരയ്ക്കും പോലെ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അത് ഞാൻ നേരത്തെ അങ്ങ് അരച്ച് വെച്ചിട്ട് വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ടൊക്കെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചു കേട്ടോ.
വീണ്ടും 1 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം വെച്ച് കൊടുത്തിട്ട് വീണ്ടും തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ അടുപ്പിൽ തീ കത്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ തോരൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ഇളക്കി ആ കനലിൽ തന്നെ കിടന്ന് നല്ലവണ്ണം തോർന്ന് നല്ല സൂപ്പർ തോരനായിരുന്നു കേട്ടോ. അപ്പോൾ അതും റെഡിയായി. അതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പുഴുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ പുഴുക്ക് എനിക്ക് അത് കുറച്ച് ബാക്കിയുണ്ട്. അത് ബാക്കി വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ നമുക്ക് ഇതായിരുന്നല്ലോ ശ്രീനാരായണ ഗുരു സമാധി. അപ്പം കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കഞ്ഞിയിലും എരിശ്ശേരിയും കഞ്ഞിയായിരുന്നു. അത് നന്നായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ എനിക്കിത് ബാക്കി വന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പം ഞാൻ ഇന്നിത് മീൻകറിയുണ്ട്, മീൻകറിയുടെ കൂടെ കഴിക്കാൻ വിചാരിച്ച് ഞാനിതിങ്ങനെ ചോറും മീൻകറിയും ഇതൊക്കെ കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാനതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലത്തേനേക്കാൾ ടേസ്റ്റ് തോന്നിയിരുന്നു. അപ്പോൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. അടിക്ക് പിടിക്കുമെന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അടിക്കൊന്നും പിടിച്ചില്ല, ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ അതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഊണ്. പിന്നെ ഓണത്തിൻ്റെ പച്ചടി, ഇഞ്ചി, നാരങ്ങ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കറികളെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ മീനച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.